ലോക നേഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ച മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി. ലോക നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിപാടികളും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടന്ന ചടങ്ങ് കാട്ടാക്കട MLA MR ബൈജു ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത അവാർഡ് വിതരണം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. CTV ന്യൂസ് ജേർണലിസ്റ്റ് ഡോക്ടർ നന്ദകുമാർ, മുൻ നഴ്സിംഗ് സൂപ്രണ്ട് രമാദേവി, നേഴ്സ് സജിത സത്യൻ എന്നിവർ അവാർഡ് ജേതാക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടു. പരിപാടിയിൽ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ചെയർപേഴ്സണും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് പ്രസിഡന്റുമായ ജിജി ജോസഫും മാനേജിംഗ് ഡയറക്ടറും സെക്രട്ടറിയുമായ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും പങ്കെടുത്തു. നേഴ്സുമാരുടെ സേവനത്തിനും സമർപ്പണത്തിനും ആദരവർപ്പിക്കുന്ന തരത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നമ്മുടെ കൂടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം രണ്ട് വാക്ക് സഞ്ജയ്ക്ക് സംസാരിക്കാനുള്ള. ഈ ദിനത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഇവിടെ ജീവിച്ച് കടന്നുപോയ ഒരു സഹോദരിയുടെ ജന്മദിനം. അപ്പോൾ രേവതി ഇവിടെ ആ വേഷമിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഇനി ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖമായിരിക്കും. രാത്രികാലങ്ങളിൽ ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ കാലങ്ങളിൽ ബുദ്ധിമുട്ടിയവരെയൊക്കെ വെളിച്ചവുമായി പോയി അല്ലേ, വിളക്കുമായി പോയി അവരെ കണ്ട് അവർക്ക് ആശ്വാസം പകർന്ന ഒരു സഹോദരിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുക. നമ്മൾ ആശുപത്രിയിലൊക്കെ ശുശ്രൂഷ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുകയും കടന്നു പോവുകയും അവിടെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാർ വന്ന് അവർ മരുന്ന് കടന്നു. പക്ഷേ നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, മാനസികമായിട്ടുള്ള ആശ്വാസം അതെപ്പോഴും നേഴ്സുമാരുടെ സേവനത്തിൽ ഒതുങ്ങുന്നതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രിയപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ രോഗിയുടെയും മുഖത്തെ പുഞ്ചിരി വീണ്ടും തിരികെ കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന നഴ്സുമാരെ ഓർമ്മിക്കുന്ന ഒരു ദിനം കൂടിയാണ്. നേരത്തെ MLA പറഞ്ഞതുപോലെ കോവിഡ് പോലത്തെ മഹാമാരി കാലത്ത് പോലും സ്വന്തം ജീവിതം പോലും മറന്നുകൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ അഹോരാത്രം മുന്നിട്ടിറങ്ങുന്ന നഴ്സുമാരാണ്. അത് ആശുപത്രികളാവട്ടെ, ആരോഗ്യ കേന്ദ്രങ്ങളിലാകട്ടെ, വീടുകളിൽ പോയാൽ പോലും അവരുടെ ജീവിതത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യം നല്ലതായിരിക്കാൻ വേണ്ടിയിട്ട് സമർപ്പണത്തോടെ പ്രയത്നിക്കുന്ന എല്ലാ നഴ്സുമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ ഒരു ദുർഘടവും അല്ലാതിരിക്കട്ടെ. അവർക്ക് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ ഒരു ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയുണ്ടാകും. നമ്മുടെ കാട്ടാക്കട MLA MR ബൈജു സാറ് അപ്പം MLA സ്ഥാനമേറ്റു അതിൻ്റെ MLA പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഞാൻ ചെറിയ ഒരു വിളിച്ചേ ഉള്ളൂ, കിട്ടിയില്ല. സതീന്ദ്രനെ വിളിച്ച് പറഞ്ഞു. കാരണം ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ക്രിസ്ത്യൻ കോളേജിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ വിളിക്കുവാണ്. അപ്പോഴ് ഫോൺ എടുത്തില്ല. രാത്രി വന്നവിടെ എന്നെ വിളിച്ചു. വളരെ സന്തോഷം. ഞാൻ എത്താമെന്ന് പറഞ്ഞു. ഈ തിരക്കിനിടയിൽ ഇപ്പം നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട MR ബൈജു സാർ MLAക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. നമുക്കെന്നും ആഘോഷമാണല്ലേ മാതാ കോളേജിന്. നേഴ്സസ് ഡേ ഇല്ല, ലാബ് ടെക്നീഷ്യൻ ഡേ ഇല്ല, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയും കുട്ടികളെയും ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെയും നമ്മുടെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ പരിപാടി ഒരുപാട് ദീർഘിക്കുന്നില്ല, നമുക്ക് ഇനി റാലിയുണ്ട്. അപ്പം എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ നേഴ്സസ് ആയിക്കോട്ടെ, ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റും ആയിക്കോട്ടെ, നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് നല്ലൊരു കുടുംബജീവിതം എല്ലാവരും നയിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു.